എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഒന്നാം തരം ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് നല്ല പോത്തിറച്ചി ഉണക്കിയത് ഇടിച്ച് പൊടിച്ച് അതുകൊണ്ടാണ് നമ്മൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറച്ചിച്ചോറ് നമ്മൾക്ക് മലബാറിലോട്ട് വരുവാണെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും കിട്ടുന്ന ഒരു സംഭവമാണ് ഇറച്ചിച്ചോറ്. അപ്പോൾ തുടക്കത്തിലേ പറയുന്നു, നമ്മൾ നമ്മുടെ മലമുകളിലോട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു കൃഷിഭൂമി, ചെറിയ അധികം കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ വെക്കേഷനാണ് അപ്പോൾ നമുക്ക് വേറെ പുറമേ ഉള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി ക്യാമ്പ് ചെയ്യാൻ കുറച്ച് പ്രശ്നമായിരിക്കും. നമുക്ക് ഒന്നാമതൊരു പ്രൈവസി കിട്ടത്തില്ല, ആളും തിരക്കും ബഹളവും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കുറച്ച് വലിയും, നമ്മളൊക്കെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലോട്ട് നമ്മൾ വലിയും. അപ്പോൾ നല്ല അടിപൊളി ഇറച്ചിച്ചോറ് കഴിക്കുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇപ്പോൾ വെക്കേഷൻ്റെ സമയമാണ്, ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്, എല്ലായിടത്തും നല്ല തിരക്കാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾക്ക് ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടത്തില്ല എന്നല്ല, നല്ല സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അവിടെയൊക്കെ നല്ല ആൾത്തിരക്കുകളായിരിക്കും. നമുക്ക് നമ്മുടെ ഒരു പ്രൈവസിയിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിലോട്ടുള്ള മലയുടെ മുകളിലെ കൃഷിഭൂമിയായ ഒരു സ്ഥലത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം റബ്ബർ ടാപ്പിങ്ങും അതേപോലെ തന്നെ തെങ്ങ് അതേപോലെയുള്ള കൃഷികളൊക്കെയാണ്. അപ്പോഴേ ഉച്ചവരെയൊക്കെ ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ. റബ്ബർ ടാപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഉച്ചയാകുമ്പോൾ തന്നെ പോകും. അത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സൈലൻ്റായ സ്ഥലമാണ്. ഇപ്പം വൈകുന്നേരമൊക്കെ നല്ല തണുപ്പാണല്ലോ. ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. വീടുകളൊന്നും ആരും താമസമില്ല, എല്ലാം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. പന്നിയൊക്കെ ഉണ്ട്, മറ്റുള്ള മൃഗങ്ങളെല്ലാം ആവശ്യത്തിന് ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾക്ക് വീഡിയോ എന്തായാലും ഇടണം. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കുന്നത്. പ്രത്യേകിച്ച് വെക്കേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ എവിടെയും പോയി ക്യാമ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പം വ്ളോഗൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു ക്യാമറയൊക്കെ എടുത്തിട്ട് പോകാമെന്നുള്ളൂ. പക്ഷേ ക്യാമ്പ് ചെയ്യാനാണെങ്കിൽ നമ്മൾ സ്ഥലവാദ്യം ചെന്ന് നോക്കണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് അവിടെ കിണിഞ്ഞു പോകേണ്ടതായിട്ട് വരും. എങ്ങനെയുള്ള സ്ഥലമാണെന്നൊക്കെ അറിയാണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോരേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കാം. രാത്രി വണ്ടിയൊന്നും വരാനില്ല. നമുക്ക് ഈ മുമ്പോട്ട് തന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ വെച്ച് കുക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കാം. ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കുറച്ച് ഇരുട്ടായിട്ട് മതി. അപ്പോൾ നല്ല പൊടി പിടിച്ച് കിടക്കുകയാണ്. വേനൽ മഴയൊന്നും പെയ്തില്ലല്ലോ, അതുകൊണ്ട് നല്ല പൊടിയാണ് ഇവിടേക്ക്. നല്ല കൊതുകാണ്. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ വരുവാണെങ്കിൽ കൊതുകുണ്ടാവും വൈകുന്നേരം. ഈ ചപ്പിനകത്തൊക്കെ ഒരുപാട് കൊതുകുകളുണ്ട്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പം നമ്മുടെ ബോഡിയുടെ സ്മെല്ലൊക്കെ അടിച്ച് ഒരുപാട് കൊതുകുകൾ വരുന്നുണ്ട്. ഇത് കുഴപ്പമില്ല, ഇരുട്ടാകുമ്പം ഒന്നും കാണത്തില്ല, കൊതുകെല്ലാം അങ്ങ് പോയിക്കോളും. ഇത് ഈ വൈകുന്നേരം ആകുമ്പോൾ മാത്രം ഈ പാറി കളിക്കുന്ന കുറച്ച് കൊതുകുകളാണ്. ടൗൺ ഏരിയ പോലെയല്ല, രാത്രിയിൽ ഇവിടെ ഒരു കൊതുകിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല. അപ്പോഴും നമ്മൾക്ക് ഞാൻ ഈ സംവിധാനങ്ങളൊക്കെ പുറത്തോട്ട് വയ്ക്കാനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. വൈകുന്നേര സമയങ്ങളിൽ നല്ല കൊതുകാണ്. നല്ല ഉഷ്ണിക്കുന്ന കാലാവസ്ഥയാണ്. ഡിസംബർ ആണെങ്കിലും നല്ല ചൂടാണ്. ഇപ്പോഴൊക്കെ നല്ല തണുപ്പ് വരേണ്ട സമയമാണ്. ഈ മഴക്കാറുള്ള കാരണം ഒരു വക പുഴുങ്ങിയ നമ്മുടെ ബോഡിക്കൊക്കെ നല്ല സ്മെല്ലായിരിക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ. അതുകൊണ്ടാണ് ഈ കൊതുകുകൾ വൈകുന്നേരം പൊതുവെ കൊതുകടി ഉണ്ടാവും. ഈ ഇരുട്ടായി വരുന്ന സമയത്ത് മാത്രമേ കൊതുക് ഉണ്ടായിരിക്കത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരത്തുമില്ല, പിന്നെ കടിക്കത്തുമില്ല അത്. അപ്പോഴേ ഈ സമയങ്ങളിൽ നമ്മൾ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ വണ്ടിക്കകത്ത് ഇരിക്കുമായിരുന്നു.
പക്ഷേ വൈകുന്നേരം നമ്മൾക്ക് ഇന്ന് ചോറാണ് കഴിക്കുന്നത്. വെറൈറ്റി പോലെ ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ചോറ് ഞാൻ റെഡിയാക്കി പുറത്തവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഒരു പകുതി മുക്കാൽ ഭാഗം വെന്തതിന് ശേഷം അത് തുറക്കാണ്ട് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഒരു 10 മിനിറ്റും കൊണ്ട് ചോറ് റെഡി ആയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങി. നമ്മുടെ റൈസ് അവിടെ റെഡി ആയിരിപ്പുണ്ട്. ഞാൻ പുറത്തോട്ട് ഒരു ലൈറ്റേ ഇട്ടിട്ടുള്ളൂ. അകത്ത് 2 ലൈറ്റ്സ് വേറെയുണ്ട്. വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഈ പന്നിയൊക്കെ ഇറങ്ങുന്ന സമയമായി ഈ വൈകുന്നേരം ആകുമ്പം. ഇരുട്ടാകുമ്പോൾ ഇവന്മാർ ഇറങ്ങും. ഇതൊക്കെ ഈ വഴിയേക്കടിയേ വരുള്ളൂ. അതാണ് ഈ കുഴപ്പം. എവിടെയൊക്കെ നടപ്പ് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ അവന്മാർ ഈ വഴിയേ വരത്തുള്ളൂ. നമ്മൾക്ക് ഒരു ലൈറ്റും കൂടി എടുത്തിട്ട് പുറമേ ഒന്ന് കൊടുക്കാം. ഒരു LED ഡെക്കറേഷൻ ലൈറ്റ് ഉണ്ട്, അതെടുത്ത് കൊടുക്കാം. ഒരു സാധനം ഞാൻ മേളിൽ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടികൾ നോക്കാം. നല്ല ഇരുട്ട, ഒട്ടും നിലാവില്ല. കഴിഞ്ഞ ദിവസം അമാവാസിയായിരിക്കണം. നല്ല ഇരുട്ടാണ്. ഞാൻ LED ലൈറ്റ്സ് അങ്ങ് എല്ലാം കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കിനി ബാക്കി പരിപാടി നോക്കാം. ഇറച്ചിച്ചോറിനുള്ള കുറച്ച് വെജിറ്റബിൾസും, ഉണക്കിറച്ചിയാണ്, നല്ല പോത്തിൻ്റെ ഇറച്ചി ഉണക്കിയതാണ്, നല്ല ഇടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടത്. അത് വിട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ചോറ് നല്ല രീതിയിൽ വെന്ത് അവിടെ ഇരിപ്പുണ്ട്. നമ്മൾക്കിനി വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോഴും ഞാൻ 2 ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിന് കുറയ്ക്കണ്ട, പക്ഷേ ഇത് രണ്ടും എൻ്റെ നേരെയാണ് വെച്ചിരിക്കുന്നത്. വെജിറ്റബിളൊക്കെ ഞാൻ കുറച്ച് കട്ട് ചെയ്തു. സവോളയും ക്യാരറ്റും തക്കാളിയും ഇത്രയേ ഉള്ളൂ. പിന്നെ നല്ല പോത്തിറച്ചി ഉണക്കിയത് നല്ല പോലെ ഇടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇടിച്ച് നല്ല പരുവാക്കിയിട്ട് നല്ല സ്പോഞ്ച് പോലെ ആക്കണം. ഉണ്ടോ, പോത്തിറച്ചി നല്ല ഇടിച്ച് പരുവാക്കി കൊണ്ടുവന്നതാണ്. ഇറച്ചിച്ചോറെന്ന് പറയുന്ന സംഭവം നമ്മുടെ മലബാറിലോട്ടൊക്കെ കിട്ടുന്നൊരു സംഭവമാണ്. തലശ്ശേരി, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഇറച്ചിച്ചോറ് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണക്കിറച്ചിയും കൊണ്ടുള്ള, ഇടിയിറച്ചിയും കൊണ്ടുള്ള ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ചില സമയങ്ങളിൽ അത് കത്തൂല. നല്ലോണം ഇടിച്ച് പരുവാക്കണം ഇടിയിറച്ചി. ഒരു മരത്തിൻ്റെ ഇല വീണാ ഞാനങ്ങ് പേടിച്ചു പോയി. എന്തോന്ന് വിചാരിച്ചു. ചിലപ്പോഴൊക്കെ ഓരോ ഒച്ച കേൾക്കുമ്പോൾ പേടിച്ചു പോകും. ഒരു തേക്കിൻ്റെ ഇല വീണതാണ്, ഞാനങ്ങ് പേടിച്ചു പോയി. പിന്നെ ഇവിടെ ഈ വാഴത്തോട്ടമാണ് നമ്മൾ ഈ സൈഡിലോട്ടൊക്കെ കാണുന്നത്. അവിടെ വവ്വാൽ വരുന്നുണ്ട്. വവ്വാൽ കടി കൂടുന്നു. അതേപോലെ തന്നെ അത്തേലൊക്കെ കയറുന്ന സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇറച്ചിയൊന്നും മൊരികട്ടെ, അത് നല്ലപോലെ ഒന്ന് കരിഞ്ഞ് വരണം. അതുകൊണ്ട് അതിന് നല്ല നെയ്യുള്ള സംഭവമാണ്. ആ നെയ്യടിയാണ് ആ പത കിട്ടുന്ന പോലെ കാണുന്നത്. ഇറച്ചി നല്ലപോലെ മൊരിഞ്ഞപ്പോഴേക്കും നമ്മൾ മറ്റുള്ള സാധനങ്ങളും കൂടി ഇട്ടു. ഇറച്ചി ഒന്ന് സൈഡാക്കി മാറ്റി വെച്ചേക്കോണേ. ഇനി ഇവരെല്ലാം കൂടി ഒന്ന് സെറ്റാകട്ടെ. അപ്പോൾ ക്യാമ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, എവിടെയെങ്കിലും ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് പോവുക, നമ്മൾക്ക് ഇഷ്ടമുള്ള ആഹാരം നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കുക. മാക്സിമം ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. ഗതികെട്ടാൽ മാത്രം നമുക്ക് നിക്കക്കള്ളി ഇല്ലാതാകുമ്പോൾ മാത്രമേ നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കുന്ന പരിപാടിയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾക്ക് സുഖമായിട്ട് ഇപ്പം കുക്ക് ചെയ്യാൻ ഉള്ള സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അധികം പൈസയുടെ ചിലവൊന്നുമില്ല. 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പാത്രവും സ്റ്റൗവും ഗ്യാസും എല്ലാം അടക്കം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമായ, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമ്മൾക്ക് എന്താ പറയുന്നത്, മറ്റുള്ള റെസിപ്പിയൊക്കെ കണ്ടിട്ട് അതിനകത്തുനിന്ന് കുറച്ച് അടിച്ചു മാറ്റിയിട്ട് നമ്മളുടേതായ ഒരു റീമിക്സ് ഒക്കെ ചെയ്തിട്ട് നമ്മളൊരു പുതിയ ഐറ്റം ആക്കി മാറ്റിയിട്ട് നമ്മൾ തന്നെ കഴിച്ച് അടിപൊളി എന്ന് പറയാം. അപ്പോഴേ സംഭവം ആയി വരുന്നുള്ളൂ. ഇതോ
ചില്ലി കൊറിയാണ്ടർ ചിക്കൻ മസാല. മീറ്റ് മസാല ഇല്ല കേട്ടോ. സംഭവം സെറ്റ്. മസാല എല്ലാം കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. റൈസ് അവിടെ സെറ്റായിരിക്കുകയാണ്. ഇനി രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ നല്ല ഇരുട്ടുമാണ്. നമുക്ക് നിലാവുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. ഇവിടെ നിലാവ് ഒന്നും കാണുന്നില്ല മുമ്പോട്ടൊന്നും. കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം അല്ലേ. കുറച്ച് കൂടുതലാണേ. അത് നമുക്ക് രാവിലെ അടിക്കാം. പഴങ്കഞ്ഞി പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഓരോരോ ഐറ്റങ്ങൾ ഉണ്ടാക്കുക, കഴിക്കുക. ആർക്കും കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ക്യാമ്പിംഗ് എന്നൊക്കെ പറയുന്നത് നല്ല സ്ഥലമൊക്കെ കണ്ടുപിടിക്കുക, നല്ല ഭക്ഷണം ഉണ്ടാക്കുക, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി കഴിക്കുക, സുഖമായിട്ട് കിടന്നുറങ്ങുക, നാളെ രാവിലെ പോവുക. അപ്പോൾ ഇന്ന് ഇങ്ങനെയായിപ്പോയി. നമ്മൾക്ക് വെക്കേഷനൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂളിനൊക്കെ വെക്കേഷൻ വരുമ്പോൾ, ഹോളിഡേയ്സൊക്കെ വരുമ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആൾക്കൂട്ടമൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഈ വ്ളോഗ് ചെയ്യാൻ പോകുന്നവർക്ക് ഇതൊന്നൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആഴ്ചയിൽ 2 or 3 ഒക്കെ വീഡിയോ ഇടാൻ പറ്റും. പക്ഷേ നമ്മൾക്ക് അങ്ങനെ പറ്റത്തില്ല. നമ്മൾ വ്ളോഗ് ചെയ്യാനും ഒന്നും അല്ലല്ലോ പോകുന്നത്. നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് ടെൻറ്റും അതേപോലെ തന്നെ ഒരുപാട് ലഗേജും ആ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും. അതൊക്കെ കൊണ്ട് നമ്മൾക്ക് ആഴ്ചയ്ക്കൊന്നും വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ക്യാമ്പർ വൺ സെറ്റപ്പ്. സീറ്റ് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക, നല്ലൊരു ബ്ലാങ്കറ്റ് വിരിക്കുക, കിടക്കുക. പിന്നെ അകത്ത് 2 ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ക്യാമ്പർ വാന്. ഒരുപാട് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ഞാൻ വണ്ടിയിൽ ഒരു മോഡിഫിക്കേഷനും ചെയ്തിട്ടില്ല. ജസ്റ്റ് സീറ്റ് ചായച്ചിട്ടിട്ട് കിടക്കുക, ഇത് തന്നെ. മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ അറിയാമല്ലോ. ഇപ്പം നമ്മൾക്ക് പോകുന്ന വഴിയൊക്കെ പൈസ കൊടുത്തുകൊണ്ട് പോകാനേ സമയം കിട്ടത്തുള്ളൂ. പൈസ കൊടുക്കാൻ മാത്രമല്ല, വണ്ടി ചിലപ്പോൾ സീസ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഒരാൾക്ക് സോളോ അടിക്കാനൊക്കെ നാനോ സൂപ്പർ, നല്ല മൈലേജ് ഉണ്ട്. വേറെ എന്ത് നോക്കാനോ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെന്തോ നോക്കാതിരിക്കുന്നു. പല്ലി ചലിക്കുന്നു. തെങ്ങിൻ്റെ മുകളിൽ പല്ലിയുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ നോക്കാം അല്ലേ, വെച്ച് താമസിപ്പിക്കേണ്ട. നമുക്ക് ഇതിനകത്ത് തന്നെ വെച്ചിട്ടങ്ങ് കഴിക്കാം. പ്ലേറ്റ് ഒരെണ്ണം വണ്ടിയുടെ മുകളിൽ ഇരിപ്പുണ്ട്. പ്ലേറ്റ്സ് ഒന്നും വേണ്ട ഇനി. നല്ല സെറ്റപ്പ് സംഭവമാണ്. തുറക്കുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലുണ്ടല്ലോ. ഈ ഇടിയിറച്ചിയുടെ സ്മെല്ലറിയാലോ. നമുക്കൊരു പീസും കുറച്ച് ചോറും കൂടി എടുത്ത് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി സംഭവം. ചുമ്മാ പറയുന്നല്ല കേട്ടോ, നല്ല സെറ്റപ്പാണ്. ഇടിയിറച്ചിയൊക്കെ കഴിച്ചിട്ടുള്ളവർക്കറിയാം. വാങ്ങിക്കാൻ കിട്ടുന്ന ഇടിയിറച്ചി കൊള്ളത്തില്ല കേട്ടോ. അത് എന്താണ് പറയുന്നത്, അവർ അത് ഉണക്കുമ്പം തന്നെ അതിൽ മസാലയൊക്കെ ആഡ് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഉണക്കുമ്പോൾ നമ്മൾ കല്ലുപ്പ് മാത്രം ഇടാൻ പാടുള്ളൂ. നമ്മളവനെ ഫ്രൈ ചെയ്യുമ്പോൾ എന്താവും, അതിൽ തേച്ചിരിക്കുന്ന ആ മസാല എല്ലാം കൂടി അങ്ങ് കരിയും. എന്നിട്ട് നമുക്ക് ആ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. ഒരു വിധത്തിൽ തണുപ്പായി വരുന്നുണ്ട്. നമ്മൾക്കിനി കിടക്കാൻ നോക്കാം. നോക്കാം, ഇത്രയും പരിപാടിയേ ഉള്ളൂ. സീറ്റ് ചരിച്ചിടുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. കുറച്ച് സമയം നമുക്കിതിലേ നടക്കാം. കഴിച്ച ഉടനെ എങ്ങനെയാണ് കിടക്കുന്നത്. നല്ല ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്.
പിന്നെ അധികം പെടാപ്പാട് വിടുവൊന്നും വേണ്ട, സുഖമായിട്ട് ഇതിനകത്ത് കിടക്കാൻ. ഈ സീറ്റ് മടക്കി ഇടുവാണെങ്കിൽ ഒരാൾക്കേ പറ്റത്തുള്ളൂ, രണ്ടാൾക്ക് മാനേജ് കിടക്കാൻ പറ്റത്തില്ല ആ സ്റ്റീറിങ്ങിൻ്റെ. അല്ലെങ്കിൽ കൂടെയുള്ള ആൾ തീരെ പൊക്കം കുറഞ്ഞ് കുട്ടിയോ അങ്ങനെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇതിനകത്ത് കിടക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾക്ക് അടിപൊളി സാധനങ്ങളൊക്കെ വയ്ക്കാം, സുഖമായിട്ട് കിടന്നുറങ്ങാം, അടിപൊളിയായിട്ട് പോവാം. നല്ല മൈലേജൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലാസ്സിന് ഞാൻ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, വിൻഡോ ഇത് തന്നെ കർട്ടനോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ അത് കണ്ടിട്ട് പിന്നെ എന്തെങ്കിലും മറിഞ്ഞിരിക്കുമ്പോഴാണല്ലോ ആൾക്കാർക്ക് നോക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതൽ. അന്ന് ഞാനൊന്നും ഇട്ടിട്ടൊന്നുമില്ല. നമുക്ക് കണ്ണടച്ച് പുതപ്പം പുതച്ച് കണ്ണടച്ച് കിടക്കുവാണെങ്കിൽ ഇരുട്ടല്ലേ, കുഴപ്പമില്ല, അത് മതി. പിന്നെ ഭൂതം പ്രേതം എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ടെൻറ്റിൽ കിടക്കുവാണെങ്കിൽ ഭൂതം പ്രേതമൊക്കെ വരുന്ന കാണാൻ പറ്റത്തില്ലല്ലോ. ഇതാകുമ്പോൾ നമുക്ക് ഗ്ലാസ് അല്ലേ, കാണാൻ പറ്റും. അങ്ങനെയല്ലോ ഒന്ന് കാണാമല്ലോ. അപ്പോഴും ഉറങ്ങുമല്ലേ? അപ്പോൾ ഗുഡ് നൈറ്റ്. ഇതിൻ്റെ സ്വിച്ച് അവിടെയാണ്.